കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നോർത്ത് കേരള സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അല്പനിമിഷങ്ങൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളുമായി പങ്കിടുവാൻ വലിയവനായ കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീഡിയ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ലവരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സന്ദേശങ്ങളൊക്കെയും അനേക ദൈവമക്കളിൽ എത്തുവാൻ, ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുവാൻ, അനേകരിലേക്ക് എത്തിക്കുവാൻ പിന്നെയും കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില മിനിറ്റുകൾ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ധ്യാനിപ്പാനുള്ള സന്ദർഭവും സമയവും അവൻ കർത്താവ് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ ഞാനിവിടെ പരസ്യമായി വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവനത്രേ. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനം നാം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, ഇത് കേവലം എഫെസോസിലെ സഭയ്ക്ക് മാത്രമല്ല, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അദ്ദേഹം ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് അടുത്ത ഭാഗം പറയുന്നത് ശരീരം ഒന്ന്, ആത്മാവൊന്ന്. അപ്പോൾ പൗലോസ് പറയുകയാ, ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ആയതിനാൽ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനുമായ ദൈവവും ഒന്ന് തന്നെ. ഇവിടെ പൗലോസ് വളരെ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. പൗലോസ് അവിടെ പറയുകയാണ്, നിങ്ങളെ വിളിച്ചത് ഏക പ്രത്യാശയ്ക്കായതിനാൽ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്. പൗലോസ് ഒരു ഏകത്വത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് എഫെസിലെ വിശ്വാസികളോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ഈ ഏകത്വം? ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇന്ന് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. ഒന്നാമത് പൗലോസ് പറയുന്നത് ശരീരമൊന്ന്. ഞാൻ ആ വിഷയത്തെയാണ് നിങ്ങളുമായിട്ട് ചില മിനിറ്റുകൾ പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്, ശരീരമൊന്ന്. എന്താണ് ഈ ശരീരമൊന്ന് എന്ന് പൗലോസ് പറയുന്നത്? എന്തിനെ ഉദ്ദേശിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ശരീരമൊന്ന് അവിടെ പ്രതിപാദിക്കുന്നത്? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണുന്നു: ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, ക്രിസ്തുയേശു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയായിട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനത്തിൽ ശരീരമെന്ന് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സഭയെയാണ്. അവിടെ പറയുന്നു, കർത്താവ് സഭയ്ക്ക് തലയാകുന്നു. ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയായി കർത്താവ് ഇരിക്കുന്നു. ശരീരത്തിൻ്റെ രക്ഷിതാവ് അല്ലെങ്കിൽ ശരീരമെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസ് 5-ാം അധ്യായത്തിൽ എടുത്തു പറയുകയാണ്, ശരീരമെന്നാൽ സഭയാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, വിശ്വാസമൊന്ന്, ശരീരമൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിനൊരു സഭയുണ്ട് എന്ന് പൗലോസ് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രൈസ്തവ കോളത്തിൽ നിലകൊള്ളുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും എല്ലാ വിശ്വാസികൾക്കും ഈ വിഷയത്തിൽ തർക്കമില്ല. കർത്താവിനൊരു സഭയുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. വേദപുസ്തകം പഠിച്ചാൽ ഈ സഭയെ പല സമയങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തുന്നതും മറ്റ് അപ്പോസ്തലന്മാരുടെ ഉദ്ധരണികളെയും നാം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ഒരു സഭയുണ്ട്. ആ സഭയെ വെളിപ്പാട് പ്രവചന പുസ്തകത്തിൽ മണവാട്ടി സഭയെന്നും, ആ സഭയെ വെളിപ്പാട് പ്രവചനത്തിൽ തന്നെ സൂര്യനെ അണിഞ്ഞു നിൽക്കുന്ന സ്ത്രീയായിട്ടും ഉപമിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ ആ സഭയെ മണവാട്ടിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ആ സഭയെ വീണ്ടും കർത്താവിന് വേണ്ടി വേല കഴിക്കുവാനായി ഉഭയസമ്മതം ചെയ്തിരിക്കുന്ന സ്തോത്രം സ്ത്രീയായി സൂചിപ്പിക്കുന്നു. കന്യകയായിട്ട് കർത്താവിൻ്റെ സഭയെ പൗലോസ് പരിചയപ്പെടുത്തുന്നത് കാണുവാനായിട്ട് കഴിയും. ആ നിലകളിലെല്ലാം
കർത്താവിൻ്റെ സഭയെക്കുറിച്ച് കർത്താവിനൊരു സഭയുണ്ടെന്നും ആ സഭയുടെ രക്ഷിതാവ് അല്ലെങ്കിൽ തല ക്രിസ്തുവാണെന്നും പൗലോസ് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഈ വാക്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കർത്താവിനൊരു സഭയുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈ സന്ദർഭത്തിൽ നാം ധ്യാനിക്കുന്നത് എങ്ങനെ ഈ സഭയെ കണ്ടെത്തുവാൻ കഴിയും. നമുക്കറിയാം, ലോകമാകമാനം നാം നോക്കിയാൽ ഏകദേശം 80,000-ൽ പരം ക്രൈസ്തവ ഇതര സഭാ പ്രസ്ഥാനങ്ങൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവയെല്ലാം യഥാർത്ഥമായ ഉപദേശവും യഥാർത്ഥമായിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ വെളിപ്പാടിൽ കാണുന്ന സഭകളാണോ എന്നുള്ള പരിശോധനയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് അനേകരും നമുക്കറിയാം സഭയിലേക്ക് ചേരുന്നു. അനേകരും ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് ചേർന്നിട്ട് ഞാൻ ക്രൈസ്തവ സഭയുടെ അംഗമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്, നാം പഠിക്കുവാൻ പോകുന്നത് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് നാം ഒരു സഭയെ കണ്ടെത്തുന്നത്, എന്തൊക്കെ പ്രത്യേകതകൾ, എന്തൊക്കെ സവിശേഷതകളാണ് കർത്താവ് തൻ്റെ സഭയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ തക്കവണ്ണം ഞാൻ ഈ സമയത്തെ ഉപയോഗിക്കുകയാണ്. ഒന്നാമത് നാം ഈ വസ്തുത പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പഠിപ്പിക്കുകയാണ്, ഈ സഭയൊന്ന് എന്നുള്ള ദൈവത്തിൻ്റെ പൊതുവായ തത്വത്തിൽ നിന്നും ലോകം വ്യതിചലിച്ചു പോകും. കാലത്തിൻ്റെ അന്ത്യം വരുമ്പോൾ അനേക സഭകൾ ഇവിടെ ഉണ്ടാകും. യഥാർത്ഥ സഭയെ മനുഷ്യന് കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം, തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം അനേക സഭയും പ്രസ്ഥാനങ്ങളും ഉടലെടുക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു മുൻപേ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പ്രവചിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളും പിന്നീട് അതേ അധ്യായം തന്നെ 24-ാം വാക്യവും പരിശോധിച്ചാൽ കാണുവാൻ കഴിയും. 4 മുതൽ 5 വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ഇനി 24-ാം വാക്യം കൂടി ഞാൻ വായിക്കാം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇവിടെ കർത്താവ് പറയുകയാണ്, കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് നാം ഓടിയെത്തുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, അനേകരെ തെറ്റിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഏത് വിധത്തിലാണ് തെറ്റിക്കുന്നത്? ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുൻകൂട്ടി തന്നെ പ്രസ്താവിക്കുകയാണ്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രവചിച്ചത് മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്യങ്ങളുടെ വെളിച്ചത്തിലും പശ്ചാത്തലത്തിലും നാം ഒരു കാര്യം മനസ്സിലാക്കണം. കാലത്തിൻ്റെ അന്ത്യം വരുമ്പോൾ കർത്താവിൻ്റെ പേരിൽ അനേക പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനേക ആരാധനാ കൂട്ടങ്ങൾ ഉടലെടുക്കും. ഒരുപക്ഷെങ്കിൽ അവർ നാം ഇവിടെ കാണുന്നത് പോലെ കർത്താവ് പ്രവചിക്കുകയാണ്, നിങ്ങൾ അവരെ എങ്ങനെ തിരിച്ചറിയണം, അവരെ എങ്ങനെ മനസ്സിലാക്കണം. കർത്താവ് പറയാം, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും, അതായത് ആ നാളുകളിൽ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് നിലനിൽക്കുന്ന വിശുദ്ധന്മാരെ പോലും തെറ്റിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള, തെറ്റിച്ച് കളയുവാൻ കഴിയുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അനേക പ്രസ്ഥാനങ്ങൾ ഈ ഭൂമിയിൽ ഉടലെടുക്കുമെന്ന് കർത്താവ് പ്രവചിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതെ, നാം ഈ കാലഘട്ടത്തെ പരിശോധിച്ചാൽ നമുക്കറിയാം, വലിയ ക്രൂസേഡുകളുടെയും വലിയ ഡുനാമിസുകളുടെയും വലിയ വലിയ കൂട്ടായ്മകളുടെയും ഉണർവ് യോഗങ്ങളുടെയും ഒക്കെയും വലിയ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മനുഷ്യനെ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വേദപുസ്തകത്തിൻ്റെ സത്യ ഉപദേശങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യതിചലിപ്പിച്ച് കളയുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇതിന് നടുവിൽ സത്യസഭ എന്തെന്നും യഥാർത്ഥ സഭ എങ്ങനെയാകുന്നുവെന്നും മനസ്സിലാക്കുവാൻ കഴിയാതെ, അത് കണ്ടെത്തുവാൻ ആഗ്രഹമില്ലാതെ മനുഷ്യരിവിടെ എന്തു ചെയ്യുകയാണ്? മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നിട്ട് മനുഷ്യൻ അത്ഭുതങ്ങളുടെ പിന്നാലെയും അതിശയങ്ങളുടെ പിന്നാലെയും കടന്നു പോകുന്നത് കാണുവാൻ കഴിയും. ഇത് കർത്താവായ യേശു ക്രിസ്തു മുൻകൂട്ടി പ്രസ്താവിക്കുകയാണ്. അതുകൊണ്ട് കാലത്തിൻ്റെ അന്ത്യത്തിൽ ജീവിക്കുന്ന ഒരാൾ
അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും നോക്കിയല്ല ദൈവത്തിൻ്റെ സഭയെ തിരിച്ചറിയേണ്ടത്. അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല ദൈവസഭയെ കണ്ടെത്തുവാനായിട്ട് വേദപുസ്തകം നൽകിയിരിക്കുന്ന ഉപാധികൾ. വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ യഥാർത്ഥ സഭയെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും? തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ സത്യസഭയെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും? അതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ചില അടയാളങ്ങൾ, അതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ചില അടയാളങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ദൈവത്തിൻ്റെ യഥാർത്ഥ സഭയ്ക്ക് വേദപുസ്തകത്തെ ശരിയായി വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ബൈബിൾ എന്ന പുസ്തകത്തെ, ദൈവത്തിൻ്റെ വചനത്തെ മനുഷ്യൻ വ്യാഖ്യാനിക്കുന്നതും പഠിപ്പിക്കുന്നതും വളരെയധികം ദൈവിക സത്യങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ടാണ്. വേദപുസ്തകത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? അതിനേറ്റവും നല്ല ഉദാഹരണം ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ സഭ വേദപുസ്തകത്തെ ശരിയായി വ്യാഖ്യാനിക്കുന്ന സഭയായിരിക്കും. എങ്ങനെയാണ് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കേണ്ടത്? എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തെ വ്യാഖ്യാനിച്ചത്? മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു: പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. 45-ാം വാക്യം, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തന്നെക്കുറിച്ച് തിരുവെഴുത്തിൽ എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു അത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വായിക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു താൻ ആരാണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും ഒക്കെയും പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് തിരുവെഴുത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ്. എങ്ങനെയാണ് യേശു തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചത്? ന്യായപ്രമാണത്തിലൂടെ, പ്രവാചക പുസ്തകങ്ങളിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെ കർത്താവ് തന്നെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. ഇവിടെ യേശു ക്രിസ്തു തിരുവചനം പഠിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ശ്രദ്ധിച്ചാൽ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുകയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുന്നു. യഥാർത്ഥ സഭ ദൈവവചനത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വേദപുസ്തകത്തെക്കാൾ അതിപ്രാധാന്യം കൊടുക്കുന്ന മറ്റുള്ളവരുടെ എഴുത്തുകളെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തെക്കാളും പ്രാധാന്യം, അല്ലെങ്കിൽ വേദപുസ്തകം കൽപ്പിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഞങ്ങൾക്ക് ഇന്നയാൾ പറഞ്ഞതാണ് എന്ന് പഠിപ്പിക്കുന്ന സഭകളുണ്ട്, സമൂഹമുണ്ട് നമ്മുടെ നടുവിൽ. അവിടെ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങളല്ല വലുത്, പിന്നെയോ ആ സഭയുടെ അധ്യക്ഷൻ പറഞ്ഞതാണ് വലുത്. സഭയുടെ അധ്യക്ഷൻ പറഞ്ഞത്, സഭയുടെ അല്ലെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞത്, അല്ലെങ്കിൽ സഭയുടെ കത്വനാര് പറഞ്ഞത്, അല്ലെങ്കിൽ സഭയുടെ ബിഷപ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ സഭയുടെ പട്ടക്കാരൻ പറഞ്ഞത്. വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ വാക്കുകൾക്ക് മൂല്യം കൊടുക്കുന്ന, വേദപുസ്തകത്തിലെ വാക്യങ്ങളെ മനുഷ്യൻ്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കുന്ന ദൈവവചനപ്രകാരമല്ലാത്ത സഭകൾ ലോകത്തുള്ളപ്പോൾ യഥാർത്ഥ സഭ എന്തു ചെയ്യും? നാം തിരുവചനത്തിൽ കണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തു മോശയുടെ ന്യായപ്രമാണത്തിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും പ്രവാചക പുസ്തകങ്ങളിലൂടെയും കടന്നു വന്ന് തന്നെക്കുറിച്ച് പ്രസ്താവിച്ചതുപോലെ ആമേൻ, ദൈവത്തിൻ്റെ സഭ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കും. അപ്പോൾ ദൈവസഭയെ തിരിച്ചറിയുവാനുള്ള ഒരടയാളം വേദപുസ്തകത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ച് സത്യങ്ങളെ കണ്ടെത്തുമെന്നുള്ളതാണ്. രണ്ടാമത്തെ അടയാളം, ദൈവത്തിൻ്റെ സഭ, അല്ലെങ്കിൽ പൗലോസ് അവിടെ പഠിപ്പിക്കുന്ന കർത്താവ് പ്രസ്താവിച്ച സഭ എങ്ങനെയായിരിക്കും? അത് മറ്റുള്ളവരിൽ നിന്നും സഭ വ്യത്യസ്തതയുള്ളവരായിരിക്കും. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് അവിടെ പഠിക്കുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും അതിനെക്കുറിച്ച് കണ്ടെത്തുവാനും സാധിക്കുന്നുണ്ട്. പിന്നീട് നാം എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ചരിത്രഭാഗം രേഖപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെ കാണുന്നു: പിന്നെ ഹാമാൻ അഹശ്വേരോസ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു.
അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഇവിടെ എന്താണ് നാം മനസ്സിലാക്കുന്നത്? ഹാമാൻ അഹശ്വേരോസ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. ഹാമാന്റെ ആ ചരിത്ര സംഭവം നിങ്ങൾക്കറിയാം. എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ, അവിടെ ദൈവത്തിൻ്റെ പ്രമാണമുള്ള, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന ദൈവജനത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പാതയിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നടക്കാതെ ദൈവവചനത്തിൽ നിന്നും വിരുദ്ധമായി, ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ ആ ഭരണ സംവിധാനം സകല ജനങ്ങളെയും പരിശോധിക്കുമ്പോൾ ആ രാജ്യത്തുള്ളവർ ഈ ഭരണ സംവിധാനത്തിൻ്റെ നിയമങ്ങൾക്കും വ്യവസ്ഥിതികൾക്കും വിധേയപ്പെട്ടു നിൽക്കുമ്പോൾ ആമേൻ, ഹാമാൻ ദൈവജനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് രാജാവിനോട് പറയുകയാണ്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജനം അല്ലെങ്കിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ ന്യായ പ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എസ്തേറിന്റെ കാലഘട്ടത്തിൽ എന്താണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രത്യേകത? മറ്റുള്ളവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി രാജാവെ ഒരു കൂട്ടം ആളുകൾ നിന്റെ നടുവിലുണ്ട്. അവർ രാജാവിൻ്റെ പ്രമാണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രമാണമുള്ളവരാണ് അവർ. ഇവിടെ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ഈ ജനം ഈ രാജാവിൻ്റെ പ്രമാണങ്ങൾക്കോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കോ അല്ല വില കൊടുത്തത്, അവർ ദൈവത്തിൻ്റെ പ്രമാണത്തിന് വില കൊടുത്തു. രാജാവിൻ്റെ പ്രമാണങ്ങൾക്ക് വിധേയപ്പെടാതെ അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മുടെ നടുവിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വ്യത്യസ്തമായ ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. ദൈവത്തിൻ്റെ സഭ, അതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ ലോകത്തിൽ നിന്നും, ഈ ലോകത്തുള്ള ജനത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ദൈവത്തിൻ്റെ സഭ, അവർക്ക് ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ നിയമത്തെ ഉയർത്തിപ്പിടിക്കും. ഒരുപക്ഷെങ്കിൽ രാജ്യങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും അവരുടെ നിയമങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വന്നേക്കാം. അപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ യഥാർത്ഥ സഭ ദൈവത്തിൻ്റെ നിയമത്തിൽ നിലകൊള്ളുക തന്നെ ചെയ്യും. ഈ 2 പ്രത്യേകതകൾ നമ്മുടെ ശ്രദ്ധയിലിരിക്കട്ടെ. ഒന്ന്, നാം മുൻപേ കണ്ടല്ലോ, സഭ വചനം കൊണ്ട് വചനത്തെ വ്യാഖ്യാനിക്കും. രണ്ടാമത്തെ പ്രത്യേകത, ആ സഭ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തതയുള്ളവരായിരിക്കും. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, വേർപെട്ടവർ ആയിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ വരുന്ന എപ്പിസോഡിൽ തുടർച്ചയായിട്ടുള്ളതിൻ്റെ ഭാഗങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ഒരുക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ സഭ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ദൈവിക ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും പഠിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.